റോസ്റ്റ് ചിക്കൻ തിന്നാൻ പോവാം. ാ മെട്രോയിലാണ് പോണേ. നല്ല വെയിലേ. നമുക്ക് ഈ ടൈം സ്റ്റാർട്ട് ചെയ്യണേ, നല്ല വെയിൽ സ്റ്റാർട്ട് ചെയ്യണേ, സഹിക്കാൻ പറ്റില്ല ഗൈസ്. നീ സുന്ദരിയായില്ലേ? അറിയാം. മസ്ജിദിന്റെ അങ്ങോട്ട് പോയപ്പോ ഞാൻ കണ്ടായിരുന്നു കട, പക്ഷെ ഞാൻ കേറിയില്ലട്ടാ. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് കേറാലോ. ലോറിച്ചിലും ഇതന്നെ ബ്രോസ്റ്റ് ചിക്കൻ. എനിക്ക് കാണണം, എനിക്ക് തിന്നണം. നമുക്ക് പോവാം. ഇതാണ് ഇന്നത്തെ പരിപാടി. നീട്ട് വന്നോണ്ടൊന്നും തിന്നാനില്ല. ഇതാണ് തിന്നാനുള്ള ഗൈസ്. വാട്ടേതായിരിക്കും പിടിച്ച ലൈഫല്ലേ. തിന്നാൻ വേണ്ടി ഞാൻ അങ്ങ് 2 മെട്രോ വാറിക്കേറി ജമാ മസ്ജിദിലോട്ട് പോടും. चाट मसाला थोड़ा. എനിക്ക് തോന്നുന്നു ഞാൻ ജമാ മസ്ജിദിന്റെ വേറൊരു ഗേറ്റിലാ വന്ന് കേറിയത്. നമ്മളിതിലൊന്നും ഡൈവേർട്ട് ആവരുത്. നമ്മുടെ ഫസ്റ്റ് കാര്യം എന്താ, ബ്രോസ്റ്റ് ചിക്കൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. വെയിലാണ് ഗൈസ്, നല്ല വെയിലാണ്. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാം കണ്ടാലും. എനിക്ക് വിശക്കണു, ബ്രോസ്റ്റ് ചിക്കൻ തിന്നണം. ഇവിടുന്ന് എങ്ങനെ ഇറങ്ങാം? ലോസ്റ്റ് ആയ പോലെ കേട്ടോ. Oh my God. പേടിയൊന്നുമില്ല, പക്ഷെ എനിക്ക് എൻ്റെ ബ്രോസ്റ്റ് അതിലോട്ട് വേഗം എത്തിയാൽ മതി. എൻ്റെ അമ്മീ ഫുഡിന്റെ സൈഡ് എത്തിട്ടോ. തിരക്കാണ്, റേഞ്ച് ഉണ്ടാവില്ല. ഒരു ബ്രോസ്റ്റ് ചിക്കനും, ബ്രോസ്റ്റ് അല്ല വേറെ എന്താണെന്ന് പറയാ, പിന്നെ ഒരു ചിക്കൻ കുറുമയും 2 റൊമാലി. പിന്നെ ശാന്തമായിട്ടുള്ളൊരു ഹോട്ടലാണ്. എനിക്കറിയില്ല, ഇവിടെ എന്തോ മോളിലാണ് ഞാൻ ഇരിക്കണം. ഇത് ബാക്കി കൂടെ I don't think so. ഇവിടെ ബ്രോസ്റ്റ് അല്ല, പക്ഷെ ബ്രോസ്റ്റിന്റെ വേറെ ആരുമാണ്. ഇതൊക്കെ തിന്നോ എനിക്കറിയില്ല. കൂടുതലാണ്.
വയറ് ഫുള്ളായി ഗൈസ്. ഇനി നമുക്ക് കുറച്ച് ചുറ്റിക്കറങ്ങാം. മുസല്ലൊക്കെ ഉണ്ട് കേട്ടോ. അത്തിപ്പാട്ടോ കുറെയൊക്കെ 230 അവൻ എഴുതിയിട്ട് അവൻ ചോദിച്ചപ്പോ അവൻ പറയാ 3000 രൂപ. പിന്നെ എന്റെ വയറ് ഫുള്ള് ഗൈസ്. എനിക്കൊന്നും വയ്യട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണാൻ. പിന്നെ ഇവിടെ ഒരുമാതിരി ഊള വെയിലും തലവേദന തീർന്നില്ലാവോ. കൊറേ ഷൂസ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇഷ്ടായില്ല. ഇതിന് എൻ്റെ ഒന്നില്ലാന്ന് തോന്നുന്നുണ്ട്. മെട്രോ സ്റ്റേഷൻ എവിടെയാന്ന് പോലും കാണില്ല. ഒക്കെയോ ഉണ്ട് ഗൈസ്. ഇത് വേറെ ഏതൊരു സ്ഥലം. നല്ല തിരക്കാണ്, ഭയങ്കര ബ്ലോക്കാണ്. മാർക്കറ്റിന്റെ കൊറേ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് തലവേദന എടുക്കണ്ടേ, പക്ഷെ എനിക്കെല്ലാം കാണാൻ പോണെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ തലവേദന എടുത്ത് തുടങ്ങി. അല്ല, ഈ റെഡ് ഫോർട്ടിന്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റില്ലേ? ഇതാണോ റെഡ് ഫോർട്ട്? ഇതെന്തെങ്ങനെ വിതിരമ്പിച്ച് കിടക്കണേ? ലൈക്ക് ഇറ്റ്സ് ഇങ്ങനെ കൊറേ ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കണ. പന്ന വെയിലാട്ടോ ഇവിടെ. അതാണ് റെഡ് ഫോർട്ട് ഗൈസ്. റെഡ് കളറുള്ള ഫോർട്ട്, റെഡ് ഫോർട്ട്. ഓ, ഇത് കറങ്ങി കാണാം. ഇങ്ങനെ ഇരിക്കും ഒറ്റയ്ക്ക് വന്ന. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കോ അല്ലേ ഗൈസ്. നല്ല രസമുണ്ട്. സ്റ്റാൻഡ് കൊണ്ടുപോകാൻ പാടില്ല, ഫോൺ സ്റ്റാൻഡ് കൊണ്ടുപോകാൻ പാടില്ല. More kind things. We can see here more jewelries. ഹായ്, നല്ല രസമുള്ള ജ്വല്ലറി. പക്ഷെ എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. ഇത് കൊറേ ഉണ്ട്. റെഡ് ഫോർട്ട് പറയുമ്പോ
സിനിമയിലൊക്കെ കാണുന്ന പോലെ സെറ്റപ്പ്. പക്ഷെ ഇത് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗൈഡൊക്കെ വെച്ചിട്ട് വേണം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വന്ന് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ABCD ഒക്കെ അറിയണം. മനസ്സിലായോ? നല്ല രസമുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. ഈടാ എന്താ ഭംഗി. ഫോട്ടോ എടുത്തുതരാൻ പോലും ആളില്ല. പക്ഷെ ഞാൻ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡ് കുത്തി ഫോട്ടോ എടുക്കാൻ പാടില്ല. വാട്ട് ഈസ് ദിസ്? ഐ ഷോ സംതിങ്. എന്താണ്, പ്രാവിന്റെ ആണോ? റെഡ് ഫോർട്ട് കുറേ ഉണ്ട് കാണാൻ. കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേ. ഒരു ദിവസം തീയില്ലായിട്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത കാരണം കൊണ്ട് എന്താ ഏതാന്നൊന്നും മനസ്സിലാവണില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഈവനിങ് കൂടിയ കാരണം നല്ല രസമുണ്ട്. എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തണേണ്. ചാർജില്ല, എനിക്ക് റൂമിലെത്തണം. എൻ്റെ പവർ ബാങ്കിന് ചാർജ് തീർന്നു. എൻ്റെ കയ്യിൽ ലിക്വിഡ് മണിയും ഇല്ല, ക്യാഷ് ഇല്ല ഗൈസ്, ഓൺലി GPay. ബൈ.